പ്രിയമുള്ളവരെ, ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് ഹിസ്ബുള്ളയുടെ അധികാര കേന്ദ്രമായ ലെബനനിൽ, അതിൻ്റെ ബെയ്റൂട്ടിൽ അതിശക്തമായ പേജറാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ പ്രതീക്ഷകൾക്കും അവരുടെ മേധാശക്തിക്കും കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ മലയാള മാധ്യമങ്ങളിലെ ഹാഷ്മി താജ് ഇബ്രാഹിമിനും അജിംസിനും അതുപോലെ മൗദൂദി ചാനലുകൾക്കുമൊക്കെ കനത്ത നിരാശയുടെയും ദുഃഖത്തിൻ്റെയും നാളുകളാണ്. പണ്ട് ഈ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച ഘട്ടത്തിൽ ആ ആക്രമണം മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു വസ്തുതയിൽ നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിം ആശ്ചര്യപ്പെട്ട് പറഞ്ഞത്, പുകൾപ്പറ്റ ഇസ്രയേലിൻ്റെ മൊസാദിൻ്റെ പ്രതീക്ഷകൾ, അവരുടെ ഹുങ്ക് ഇതാ യോർദാനിലൂടെ ഒലിച്ച് ചാവുകടലിൽ ചെന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രസകരമായ ആ ഭാഷാപ്രയോഗത്തിലൂടെ ആവിഷ്കരിച്ചത്. ഇനി ഈ പേജറാക്രമണത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചുരുക്കി ഒന്ന് പറയാം. ഈ പേജർ എന്നൊരു ഉപകരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക്, പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ല, പഴയ ആളുകൾക്കും അത്ര പരിചിതമല്ല. ഇതിനിടയ്ക്ക് 90കളുടെ മധ്യത്തോടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭത്തോടെ എന്നൊക്കെ പറയാം, ഈ പേജർ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം വാർത്താവിനിമയ രംഗത്ത് സ്ഥാനം പിടിക്കുന്നു. ഞാൻ ഈ പേജർ ആദ്യമായി കണ്ടപ്പോൾ ആകാംക്ഷയോടെയാണ് അതിൽ നോക്കിയത്. ഈ പേജർ നമ്മുടെ ബെൽറ്റിൽ ഘടിപ്പിക്കാവുന്ന ചതുരാകൃതിയുള്ള ഒരു ചെറിയ ഉപകരണമാണ്. കൂടിയാൽ ഒരു 2 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വലിപ്പം. പല വലിപ്പത്തിലും അതുണ്ട്. അതിൻ്റെ ആ മെസ്സേജ് വരുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പേജർ ആകർഷണീയമായ ഒന്നായിട്ട് ഇന്ന് മൊബൈൽ കൊണ്ട് നടക്കുന്ന ആഡംബരത്തോടെ, അതിലും ആഡംബരത്തോടെ, കാരണം ഇത്തരം ഉപകരണങ്ങളൊന്നും അന്നില്ല. ഈ പേജറിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ SMS അയക്കുന്ന പോലെ അയക്കാം. എവിടെയാണ് ഇപ്പോൾ, അടിയന്തിരമായി കോട്ടയത്ത് വരിക എന്നൊക്കെയുള്ള മെസ്സേജുകൾ നമുക്ക് ഇംഗ്ലീഷിൽ അയക്കാം. ഇതാണ് പേജർ. അപ്പോൾ ഈ പേജർ മറ്റു ചില നിലയിലാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. കോൾ മീ ഇമ്മീഡിയറ്റ്ലി ഇൻ ദിസ് നമ്പർ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സന്ദേശം കിട്ടിയ ആൾ തൊട്ടടുത്ത STD ബൂത്തിൽ ചെന്ന് ഫോണിൽ ഈ പറഞ്ഞ ആളിനെ വിളിക്കും, സന്ദേശം അയച്ച ആളിനെ വിളിക്കും. പിന്നെ സംഭാഷണം ആ രീതിയിലാവും. അപ്പോൾ പേജർ ഉദ്ദേശിക്കുന്നത് വലിയൊരു ചർച്ചയ്ക്ക് ഒരു ആമുഖം കുറിക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. ഇതാണ് പേജർ. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി. അതിന് ഈ ഉപരിതല വാർത്താവിനിമയ സംവിധാനങ്ങളുണ്ടല്ലോ, സാറ്റലൈറ്റ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മളെ റേഡിയോ പ്രവർത്തിക്കുന്ന അതേ സാങ്കേതികമായ രീതിയിലായിരുന്നു ഈ പേജർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടത് ഹാക്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലെ ഏതെങ്കിലും തരത്തിൽ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുകയോ ചെയ്യുന്ന സ്ഥിതി ഒന്നും ഉണ്ടായതായിട്ട് അറിവില്ല. ഈ റേഡിയോ സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്ന ആ രീതി വളരെ കുറഞ്ഞ ഒരു സാങ്കേതിക സംവിധാനത്തിലൂടെ ചെയ്യാം. നമുക്ക് പോലും അത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ നിയമവിരുദ്ധമാണ്. ഇപ്പോൾ എൻ്റെ ഈ മുറിയിലിരുന്നു കൊണ്ട് അത്യാവശ്യം ഒരു ആംപ്ലിഫയറും ഒരു ടേപ്പ് റെക്കോർഡിൻ്റെ അത്യാവശ്യ സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ പ്രശ്നം, നമുക്കിത് ചെയ്യാൻ, ഇതുവഴി സന്ദേശം അയക്കാൻ ഒന്നും യാതൊരു തരത്തിലും രാജ്യത്തിലെ നിയമം അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോലീസിന് അയക്കുന്ന സന്ദേശങ്ങൾ ചോർത്താൻ പറ്റും എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് രാജ്യം വിലക്കിയിട്ടുള്ള ഒന്നാണ്. വിശേഷിച്ച് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർന്നാൽ പെട്ടെന്ന് അവർക്ക് പിടികിട്ടുകയും ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സ്ഥിതി. പക്ഷേ ഇത് കുറ്റമറ്റതെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ഹാക്ക് ചെയ്യുന്ന വിധത്തിലൊന്നും ചെയ്യാൻ കഴിയുന്ന തരത്തിലൊന്നും അല്ലത്. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഏതാണ്ടൊരു 95-96 കാലയളവ് വരെയൊക്കെ ഇത് പിടിച്ചു നിന്നു. പിന്നെ വരുന്നത് മൊബൈൽ ഫോണുകളുടെ ഓരോ തരം വേർഷനുകളാണ്, പലതരം വേർഷനുകൾ. അതുകൊണ്ട് ഞാനൊരു 2002 മുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് വലിയ എക്സ്പെൻസീവാണ്. എങ്കിലും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് മൊബൈലിൽ ഒരു കോൾ വന്നാൽ ഭയമാണ്. കാരണം ഒരു കോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ 8 രൂപയും, ഒരു കോൾ നമ്മൾ അയച്ചാൽ
അതിന് 16 രൂപയും ചിലവ് വരുന്നൊരു സമയമുണ്ട്, ഒരു മിനിറ്റൊക്കെ സംസാരിക്കാൻ. അതുകൊണ്ട് ഇന്നടത്തൊരു മീറ്റിംഗ് ഉണ്ട്, വരാമോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവരോട് ലാൻഡ് ഫോണിൻ്റെ എങ്കിലും നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നൊക്കെ ഒരു രീതിയാണ് ചിലവ് കുറയ്ക്കാൻ. ഇന്ന് അതൊക്കെ എത്ര മാറി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇനി പറഞ്ഞു വന്നത്, ഈ പേജർ മൊബൈൽ ഫോൺ വന്നതോടെ ഏതാണ്ട് അപ്രസക്തമായി. ഇപ്പോൾ നമ്മുടെ ഇടയിലൊന്നും ആ പേജറില്ല. ഇനി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പേജർ അത്യാവശ്യം ഒരു മെസ്സേജ് അയക്കാം. പിന്നെ മൊബൈൽ ഫോൺ പോലെ ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഹാക്ക് ചെയ്യാനുമൊക്കെ ബുദ്ധിമുട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത സംഭവിക്കുന്നത്. 96 ഈ യഹിയ എന്നറിയപ്പെടുന്ന ഒരു ഹമാസ് തലവൻ്റെ മൊബൈൽ വളരെ ആസൂത്രിതമായ ഒരാക്രമണത്തിലൂടെ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തെ ഇസ്രയേൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഇവർ പൊതുവെ ഈ മൊബൈൽ ഫോൺ ഉപയോഗം ഏതാണ്ടൊക്കെ വേണ്ട എന്ന് വെച്ചു ഹമാസ്. പിന്നെയും മനസ്സിലാക്കാൻ കഴിയുന്ന ലാദൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് അത്രയും നീട്ടിക്കിട്ടി. അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പ്രയാസം വന്നു. അദ്ദേഹത്തിന് പകരം സന്ദേശം ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ഒരു ദൂതൻ മുഖാന്തരം അദ്ദേഹത്തിന് സന്ദേശം കൊണ്ടെത്തിക്കുകയും അതും പല കൈമറിഞ്ഞാണിത് വരുന്നത്. ഈ ലാദനെ കുറിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റുന്നുണ്ട്, അൽ കുവൈറ്റി എന്നറിയപ്പെടുന്ന ലാദൻ്റെ ഒരു സഹായി അദ്ദേഹത്തിന് ഒരു കോളിന് മാത്രമേ ഒരു സിം കാർഡ് ഉപയോഗിക്കൂ. ഈ വളരെ വ്യത്യസ്തമായ രീതി, സാധാരണ ആളുകൾ സ്വീകരിക്കാത്ത അസാധാരണമായ ശൈലി നമ്മളുടെ അമേരിക്കൻ ചാരസംഘടനയെ ഇദ്ദേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു. ഇദ്ദേഹം ഇത്രയും സിം കാർഡുകൾ എടുക്കുന്ന നമ്പറുകൾ അതൊക്കെ കേന്ദ്രീകരിച്ച് ചിലരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ചോദ്യം ചെയ്തപ്പോൾ അൽ കുവൈറ്റി എന്ന് പറയുന്ന ആൾ ലാദൻ്റെ ഏറ്റവും സന്തത സഹചാരിയാണെന്നും അദ്ദേഹം യാത്ര ചെയ്ത് ലാദൻ പാർക്കുന്ന ഇടത്ത് ചെല്ലുന്നെന്നും അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ അബോട്ടാബാദിൽ പാകിസ്ഥാനിൽ അവിടെ ലാദൻ ഉണ്ടെന്നും ഒരു സംശയം വരുന്നു. ഒടുവിൽ ലാദൻ അതേ വഴിയിലൂടെ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വാർത്ത നമ്മൾ വായിച്ചതാണ്. അവിടെയും മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കാതിരുന്നതാണ് ബിൻ ലാദൻ്റെ ആയുസ് അത്രയും നീണ്ടതിൻ്റെ കാരണം. ചുരുക്കി പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും കയ്യിലൊക്കെ ഇരിക്കുന്ന ഈ മൊബൈൽ ഫോൺ അത്ര സുരക്ഷിതമായൊരു ഉപകരണമല്ല. അത് നമ്മൾ പിന്നെ ഇത്രയും തീവ്രവാദ രംഗത്തൊന്നുള്ള ആളുകളോ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ആളുകളോ ഒന്നും അല്ലാത്തതാണ് നമ്മുടെ ജീവൻ്റെ ഈ നിലനിൽപ്പിൻ്റെ ഒരു ആധാരം. അല്ലെങ്കിൽ അന്തർദേശീയ സംഘടനകൾക്കും ഭീകരവാദ സംഘടനകൾക്കുമൊക്കെ ഈ ഒറ്റ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വധിക്കാം. ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്താൻ പോലും വലിയ പ്രയാസമാണ്. കണ്ടെത്തിയാൽ തന്നെ അവരെ കീഴടക്കുന്ന എളുപ്പമല്ല. ഇങ്ങനെ ഇരിക്കെ ഏറ്റവും എളുപ്പത്തിൽ അതുപോലെ തന്നെ സുരക്ഷിതമായ ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഹിസ്ബുള്ള അവർ 5000 പേജറുകൾ ഓർഡർ ചെയ്തു. ഇതിൻ്റെ കൊട്ടേഷൻ ലഭിക്കുന്നത് തായ്വാനിലെ ഒരു കമ്പനിക്കാണ്. നമുക്കറിയാം, തായ്വാൻ ഇലക്ട്രോണിക്സ് രംഗത്തൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അവിടുന്ന് ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇത് മനസ്സിലാക്കിയ ഇസ്രയേലി ചാരസംഘടന മൊസാദ് ഈ 5000 ഡിവൈസിലും വളരെ ആസൂത്രിതമായിട്ട് ഇത്തരത്തിലെ ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ചു വന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ ഏതെങ്കിലും രൂപത്തിൽ തങ്ങൾക്ക് ഒരു ചെറിയ ബോംബായി ചെറിയ വിസ്ഫോടനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാക്കി രൂപപ്പെടുത്തുകയോ ചെയ്തു എന്നാണ് അനുമാനിക്കുന്നത്. അത് ഇന്ന് മനോരമയിലുമൊക്കെ കുറേ വാർത്തകളുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ അത്ര വിശ്വസനീയമല്ല. എന്താണ് ഇസ്രയേൽ ഇതിനകത്ത് ചെയ്തതെന്നറിയില്ല. ഈ സാധാരണഗതിയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹാർഡ്വെയർ എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമാക്കി രൂപപ്പെടുത്തുന്നത് എന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ കമ്പനി അറിയാതെ ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ട്. കമ്പനിയിലെ നിർമ്മാണ മേഖലയെ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ മറ്റൊരു നിലയിലോ തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുന്നുണ്ട്. കമ്പനിക്ക് വലിയ കൊട്ടേഷൻ കൊടുത്തോ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുറ്റ ആളുകളെ അവിടേക്ക് ജോലിക്ക് വെച്ചോ എക്സ്പെർട്സിനെ നൽകിയുമൊക്കെ ഇസ്രയേലിന് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതുപോലെ എൻഡൈബ വിമാനത്താവളത്തിലേക്ക് ഉഗാണ്ടയിൽ ചെന്ന് കയറുന്നതിനും ഇസ്രയേൽ സ്വീകരിച്ച രീതി അവിടുത്തെ ഈ വിമാനത്താവളം പണി കഴിപ്പിച്ച എക്സ്പെർട്ടുകളെ, എൻജിനീയേഴ്സിനെ സ്വാധീനിച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ സംവിധാനമൊക്കെ ഇവർ മനസ്സിലാക്കിക്കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നത്. ഇതൊക്കെ ഇതിനു മുമ്പും മൊസാദ് ധാരാളമായി പരീക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് തീർത്തു പറയാനാവില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി, ഈ ചെറിയ ഡിവൈസിൻ്റെ ഹാർഡ്
പാർട്സുകളെ കൃത്യമായിട്ട് തന്നെ അവർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി. ഇത്തരത്തിൽ ചിപ്പ് ഘടിപ്പിച്ചോ അല്ലാതെയോ സ്ഫോടനാത്മകമായ ഒരു സംവിധാനം അവിടെ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ സജ്ജീകരിച്ചു. അപ്പോൾ ഹാർഡ്വെയറുകളിൽ കടന്നുള്ള ഇത്തരത്തിലെ ആക്രമണം ലോകത്ത് തന്നെ ആദ്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതായിരുന്നാലും ഇതുവഴി ഇതിലും രസകരമായ കാര്യം, കൃത്യമായി ഇത് ഹിസ്ബുള്ളയുടെ കമാൻഡിംഗ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഇടത്തു നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം എന്ന നിലയിലേക്ക് ഈ പേജർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു നിർദ്ദേശം ലഭിക്കുന്നു. അവരതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കൃത്യമായ ഒരേ സമയത്ത് ഇത് പൊട്ടിത്തെറിക്കുന്നു. ക്ഷണത്തിൽ ഏതാനും പേർ മരിക്കുന്നു. പിന്നെ മരണസംഖ്യ കൂടുന്നു. ക്രമേണ ഈ വിസ്ഫോടനത്തിൻ്റെ രീതി ശൈലി മാറുന്നു. ഇന്ന് മനസ്സിലാക്കുന്നത് വോക്കി ടോക്കിയും ഇതുപോലെ തന്നെ ചെയ്യുന്നു. ഇതോടുകൂടി സംഭവിച്ച മറ്റൊരു കാര്യം, ഈ ലെബനനിലെ ആളുകൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഈ കമ്പ്യൂട്ടർ ഡിവൈസ് ഇതെല്ലാം തന്നെ ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. ഫ്രിഡ്ജും ടി വിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. പ്രാണഭയം. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇസ്രായേൽ ഉദ്ദേശിച്ചതും ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ വരച്ച സ്കെച്ചിനുള്ളിലാണ് ഹിസ്ബുള്ള. ഇതാണ് ഇസ്രായേൽ കൊടുക്കുന്ന സന്ദേശം. ഇതുവരെ ഹമാസിനേക്കാൾ കുറേ കൂടി അഡ്വാൻസ്ഡായ ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിലും അതുപോലെ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു നിലയിലാണ് ഹിസ്ബുള്ള പ്രവർത്തിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഈ ഹമാസിനേക്കാൾ ഇസ്രായേലിന് ബുദ്ധിമുട്ട് കൊടുത്തതും ഹിസ്ബുള്ള തന്നെയാണ്. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് ചില മാസങ്ങൾക്കപ്പുറത്ത് അവിടെ തലവനെ അവിടെ കയറി ലെബനനിൽ കയറി വധിച്ചിരുന്നു. ഹിസ്ബുള്ള പ്രകോപിതരായി. എന്നിട്ട് തിരിച്ചടിക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കവേ അത് ചാരസംഘടനയ്ക്ക് വീണ് കിട്ടി. അവർ അതിൻ്റെ മുഴുവൻ എല്ലാ സാധ്യതകളെയും ഞങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാം, നിങ്ങൾ ഞങ്ങളുടെ സ്കെച്ചിനുള്ളിലാണ് എന്നുള്ള ഒരു സന്ദേശം ഇതുവഴി കൊടുത്തിരിക്കുകയാണ്. ഇതുവഴി സത്യത്തിൽ ഹിസ്ബുള്ള ഒക്കെ നേരെ കൊടുത്ത ഈ ആക്രമണം വഴി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആയത്തുള്ള ഖൊമേനിയെ തന്നെയാണ്. ആയത്തുള്ള ഖൊമേനി എന്നുള്ള ഈ ഇറാൻ്റെ ആത്മിക നേതാവിൻ്റെയും ഭാവി എന്താണെന്ന് നിങ്ങളിനി വളരെ പെട്ടെന്ന് നിങ്ങളുടെ കൺമുമ്പിൽ അത് കാണാൻ പോവുകയാണ്. എന്താകും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അത് എവിടേക്കാണ് പോകുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇസ്രായേൽ കൃത്യമായ പ്ലാനിങ്ങോടെ ആയത്തുള്ള ഖൊമേനിക്കൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം കൊടുക്കുന്നു. നമുക്കറിയാം ഇതിനു മുമ്പ് അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ. എന്താണ് ആയത്തുള്ള ഖൊമേനി ഹിസ്ബുള്ളയും തമ്മിൽ? ഹിസ്ബുള്ളയ്ക്ക് കൃത്യമായി ഫണ്ടെത്തിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, ഇപ്പുറത്ത് ഹമാസിനെ സഹായിക്കുക. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവർ ഒരു ഇസ്രയേലി വിരുദ്ധത അവരുടെ രക്തത്തിൽ കലർന്നിരിക്കുന്നു. അവർക്കത് ചെയ്യാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ രാഷ്ട്രം, അവിടെ ബാക്കി ഈ ഭരണമുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇതൊരു പാവ സർക്കാരാണ്, മതം ഭരിക്കുന്ന ഒരു രാജ്യമാണ്. മതപണ്ഡിതനും മത മേധാവിയുമായ ആയത്തുള്ള ഖൊമേനി പറയുന്നതിനപ്പുറത്ത് അവിടെ രാജ്യത്തൊരു പക്ഷി പോലും ചലിക്കില്ല. ഇതാണ് അവിടുത്തെ രീതി. അപ്പോൾ ഇറാന് ഇനി കാത്തിരിക്കുന്നത് ഏറ്റവും കഠിനമായ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. അതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇനി ആശങ്കയുള്ളൂ. അതിന് അവർ ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ എപ്പോഴും കണ്ടെത്തിയ താവളങ്ങളിലൊന്നായ ലെബനൻ കേന്ദ്രീകരിച്ച് ഈ മേഖലയിൽ ഇത്രയും വലിയൊരു ആക്രമണം, അപ്രതീക്ഷിതമായൊരു ആക്രമണം, ഹിസ്ബുള്ള സ്വപ്നത്തിൽ കാണാത്ത തരത്തിൽ ഒരു പ്രഹരം അവർക്ക് ഏറ്റിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേൽ ഒരു വലിയ എന്താ പറയുക ശാസ്ത്ര പരമ്പരയുള്ള ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആയുധശേഷിക്കും ബുദ്ധിശക്തിക്കും ഇത്രയും വലിയ ഒരു സ്വാധീനം കൈവരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ നിന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പിറകെ ഉള്ളത്. പ്രസിദ്ധമായ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ഉണ്ട് UK. ഇത്രയും വലിയ ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കുന്ന ഈ സർവകലാശാലകളുടെ എല്ലാം പിന്നിലെ ബ്രെയിൻ തീർച്ചയായിട്ടും ഇസ്രായേലി സയൻറ്റിസ്റ്റുകളാണ്. ഇസ്രായേലി സയൻറ്റിസ്റ്റുകളുടെ ഈ വലിയ കഴിവിനെ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഏത് ഒളിത്താവളങ്ങളിലും കടന്ന് ശത്രുവിനെ കീഴടക്കാനും ആക്രമിക്കാനും തോൽപ്പിക്കാനും ഒക്കെയുള്ള അവരുടെ കഴിവ് പ്രസിദ്ധമാണ്. അപ്പോൾ തന്നെ ഇസ്രായേലിന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഘട്ടങ്ങളിൽ അവർക്കും പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെങ്കിലും ഈ ഏറ്റുമുട്ടലുകളുടെ ആകെ കണക്കെടുത്താൽ തീർച്ചയായും അതിൻ്റെ ഗണ്യമായ മേധാവിത്വം വലിയ മാർജിനിൽ ഇസ്രായേലിൻ്റെ പക്കൽ തന്നെയാണ്. ഹമാസിനെ എടുക്കുക അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ എടുക്കുക, അവരെ നേരിടുന്ന ഏത് സംഘങ്ങളെ എടുത്താലും
രാഷ്ട്രങ്ങളെടുത്താലും ഒരു ആത്യന്തിക വിജയമൊന്നും ഈ സംഘടനകൾക്ക് കിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെയാണ് സമാധാനത്തിൻ്റെ വഴി തിരഞ്ഞ് ഈ രാഷ്ട്രങ്ങൾ പരസ്പരം സഹവർത്തിത്തോടെ പ്രവർത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ പാത, UAE പാത, ഈ പാതയാണ് വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങളിലെ ഇത്തരം തീവ്രവാദി സംഘടനകൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം ഉയർത്തിയിരുന്നു, ഈ പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന് വേണ്ടിയല്ലേ ഇസ്രയേലിനെ ഇവർ ആക്രമിക്കുന്നത്? സത്യത്തിൽ ഈ പാലസ്തീൻ രാഷ്ട്രവാദം ചരിത്രപരമായൊരു പിശകാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഡോക്ടർ വിൻസെൻ്റ് ഉണ്ടല്ലോ, എന്നോട് വന്ന് ചർച്ചയ്ക്കൊക്കെ ഇരുന്ന് വലിയ പ്രകോപിതനായ ആ മാന്യദേഹം ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ വക്താവായി എന്നൊക്കെ വന്ന് ഇങ്ങനെ കുറേ ആളുകൾ ഇവർക്ക് വേണ്ടി കാര്യമറിയാതെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ലോകത്തെ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഇവർക്ക് വലിയ പിന്തുണ കിട്ടുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇരുന്നു കൊണ്ട് കുറേ ആളുകൾ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രമോ വസ്തുതകളോ ഗ്രഹിക്കാതെ നടത്തുന്ന ചില ജൽപ്പനങ്ങളാണ്. ഈ ഹിസ്ബുള്ളയെയും ഹമാസിനെയൊക്കെ വിളിക്കുന്നത് സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ആളുകൾ എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ഈ ഇസ്രയേലിലുള്ള ഓരോ ഇസ്ലാമിനും, ഓരോ മുസ്ലിമിനും, ഓരോ ക്രൈസ്തവനും, ഓരോ നിരീശ്വരനും വേണ്ട സുരക്ഷിതത്വവും സംവിധാനമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ആ രാഷ്ട്രത്തിൻ്റെ അകത്തിരുന്നുകൊണ്ട് ആ രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളോട് അവർ പോരാടാറുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ ചെറുത്ത് നിൽക്കുന്നതും പോരാടുന്നതും. അതിന് നമ്മളെപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇസ്രയേൽ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല. മറിച്ച് പ്രകോപനം ഉണ്ടാക്കിയിട്ട് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞ് കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, കഫീൻ തുണികൾ പൊതിഞ്ഞ് അവരുടെ ശവശരീരം കൊണ്ടുവരുന്നു, ഇതൊക്കെ പറഞ്ഞ് ഇവിടെ ആളുകൾ കരയാറുണ്ട്. പക്ഷേ ഓർക്കുക, ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തീവ്രവാദ സംഘടന ഒരു ബദൽ രാഷ്ട്രം പോലെ കഴിഞ്ഞ് അടുത്ത രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പിന്തുണയോടെ ഈ നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയപരമായ യാതൊരു ന്യായീകരണവുമില്ല, ചരിത്രപരമായ ഒരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് ഹിസ്ബുള്ള പോലെയുള്ള ഇത്തരം സംഘടനകളെ ഇനിയും കാത്തിരിക്കുന്നു ഏറ്റവും വലിയ ഇവരിതുവരെ സ്വപ്നം കാണാത്ത വിധത്തിലെ പ്രഹരങ്ങൾ. അതിന് നമ്മൾ നിശബ്ദരായ കാഴ്ചക്കാരാകേണ്ടി വരുന്നു എന്നൊരു ദുര്യോഗം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ലോകത്തിന് സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കുവാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല നാളുകൾക്കുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഭാഗത്ത് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.